പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ കടയിലെത്തി. ഇപ്പോൾ കടയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. എല്ലാ വണ്ടിയൊക്കെ റോഡിലായിരുന്നു വെക്കൽ. ഇപ്പോൾ ധൈര്യമായിട്ട് എൻ്റെ കടേൻ്റെ മുന്നിലേക്ക് ഇറക്കി വെക്കാം. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഏട്ടന്മാരാണ് ഇതൊക്കെ ചെയ്ത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. റോഡ് അങ്ങനെ വൃത്തിയാക്കി വരുമ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇവിടെയൊക്കെ വണ്ടി നിർത്താൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് മണ്ണൊക്കെ കൊണ്ടുത്തന്ന് എന്നിട്ട് എൻ്റെ റോഡൊക്കെ അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് ഒലിച്ചിട്ടെല്ലാം പോയതുകൊണ്ട് കച്ചവടമൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിയോ ഒന്നും നമുക്കിവിടെ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും നല്ലൊരു എഡ്ജ് പോലെയായിരുന്നു. പിന്നെ മെയിൻ റോഡല്ലേ, റോഡിൽ അങ്ങനെ വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കച്ചവടമൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് സന്തോഷമായി. അവരുടെ നല്ല മനസ്സാണ്. കാരണം അവരതും അങ്ങ് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി. പക്ഷെ അത് ചെയ്തില്ല. അങ്ങ് മേലേന്നേ മണ്ണെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് എല്ലാം സെറ്റാക്കി തന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ കണ്ട, ഇതുപോലെയായിരുന്നു എൻ്റെ കടേൻ്റെ മുൻവശം ഉണ്ടായിരുന്നത്. മഴ വരുന്നതനുസരിച്ച് എല്ലാം ഒലിച്ചു പോകും. രാവിലെ ഞാൻ വന്ന് കല്ലെല്ലൊക്കെ പെറുക്കി സെറ്റാക്കിയിടും. വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ ഇത് തന്നെ അവസ്ഥ, മടുത്തു പോയി. അപ്പോഴാണ് ഏട്ടൻ കടയിൽ ജ്യൂസ് കുടിക്കാൻ വന്നത്. ഏട്ടൻ അങ്ങ് മേലെ JCB കൊണ്ട് വൃത്തിയാക്കി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ മണ്ണൊക്കെ കൊണ്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ട നന്നായിട്ട് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കട തുടങ്ങുന്ന സമയത്ത് മിഷൻ വെച്ച് എല്ലാം വഴക്കിയതായിരുന്നു. പക്ഷേ മഴ വരുന്നതനുസരിച്ച് വേഗം പുല്ല് കിളിർത്ത് വരും. ഇത്താച്ച അങ്ങ് മേലേലിരിക്കുന്നുണ്ട്. കടേൻ്റെ അടുത്ത് ഏകദേശം എത്താറായി. എത്തിവാട് നമ്മളെ കടേൻ്റെ അടുത്തൊക്കെ സെറ്റാക്കി തരാമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. ബിച്ചുവേട്ടൻ പറയുന്നുണ്ട് ഈ കുഴിയൊക്കെ നമുക്ക് മണ്ണിട്ട് സെറ്റാക്കാന്ന്. ജോളിയേട്ടനല്ലേ, കൈതക്കല് ജോളിയേട്ടനും പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ജോളിയേട്ടനും ബിജുവേട്ടനും പിന്നെ നമ്മളെ സുരേഷ് ഏട്ടനും കൂടിയിട്ടാണ് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്ന. വലിയ സന്തോഷം. ഇവരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ ഏട്ടാ. ഓ അതല്ലേ, ആ മകനെ നേരത്തെ ഞാൻ കണ്ടതല്ലേ. ഓക്കെ ഏട്ടാ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അദ്ദേഹത്തിന് ഈ റോഡൊക്കെ വൃത്തിയാക്കി അങ്ങ് പോയാൽ മതി. പക്ഷെ അദ്ദേഹം അവരുടെ വണ്ടിയിൽ ഒരു പ്രതിഫലം ആഗ്രഹിക്കാത്ത മേലേന്നേ മണ്ണെടുത്തു കൊണ്ടുവന്ന് എൻ്റെ കടേൻ്റെ മുമ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി തരുന്നുണ്ട്. ശരിക്കും നല്ല മനസ്സാണ് അദ്ദേഹത്തിന്. ഹായ്. വിജയേട്ടൻ അങ്ങനെ കുറേ സമയമൊക്കെ സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഉപ്പാനെ അറിയാമെന്നൊക്കെ പറഞ്ഞത്. ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് കുറേ പൊട്ടീസൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉപ്പാനെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കടേൻ്റെ അടുത്ത് എത്താനായി. സെറ്റായി വരുന്നുണ്ട്. അടുത്തെത്തി. നമ്മളിവിടെ മൊത്തം മണ്ണിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഏട്ടൻ ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഇവിടെ എല്ലാം വലിയ കുഴിയായിരുന്നല്ലോ. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ റോഡിലായിരുന്നു ഞാനും എല്ലാവരും വണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കണ്ട എന്ത് രസമാണ്. ഇപ്പം എത്ര വണ്ടി വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പുറം ഇപ്പുറമൊക്കെ മണ്ണ് കൊണ്ട് ഇട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടോ, ഇവിടെയൊക്കെ നല്ല ടിപ്പറിൽ തന്നെ മണ്ണ് കൊണ്ട് വന്നിട്ട് അവരിട്ട് തന്നിട്ട് ചെയ്തു തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. ഒരു രൂപ പോലും അവർ വാങ്ങിയിട്ടില്ല. അവർ പറഞ്ഞു നിങ്ങൾക്കൊരു ഹെൽപ്പാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം ഇത്രത്തോളം നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. കാണുന്നില്ല ഇതെവിടെ. ഇനി വെള്ളം ഒലിച്ചു വരാതിരിക്കാൻ ഇവിടെ ഒരു ചാല് പോലെ കീറി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം അങ്ങനെ പോയിട്ട് ആ കുഴിയിലേക്ക് പോയിക്കോളും. അപ്പോൾ അങ്ങനെ നേരെ ബാക്കിലോട്ട് പോകും. അപ്പോൾ ഇനി നമ്മൾ റോഡ് അങ്ങനെ മോശമാവില്ല. വണ്ടിയൊക്കെ ഇഷ്ടം പോലെ നിർത്തുകയും ചെയ്യാം. അങ്ങനെ വൈകുന്നേരമായി. ഇന്ന് അത്യാവശ്യം പണിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്താത്തതെന്നൊക്കെ പറഞ്ഞു. ബിജുവേട്ടന് എൻ്റെ പച്ചക്കറിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ബിജുവേട്ടന് എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.